അങ്ങ് പോയോ? ആര് വന്നത് കാറില്? എന്തോ നമുക്ക് നമ്മളെ മോനെ പോലീസുകാരനാക്കണം. എന്തിനു ഫുൾ ടൈം സസ്പെൻഷനിൽ ഇരിക്കാനാ? എന്റെ മോനെ ഒന്നും ആരും സസ്പെൻഡ് ഒന്നും ചെയ്യൂല. എനിക്ക് വിവരം അറിയും. എന്തായാലും ഇവനെ പോലീസുകാരനാക്കുന്നില്ല. പിന്നെ നീ എന്തോ ആക്കാൻ പോണു? അത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആക്കും. എന്റെ കുഞ്ഞിന് എന്താവണം? അടിക്കാൻ വരുമ്പോൾ നല്ല ദേഷ്യമുണ്ട് കേട്ടോ. ആ ചെറുക്കവിടെ സുമേഷ് അവൻ പുറത്തോട്ട് പോയി കേട്ടാ. എന്താ അവന്റെ ഊപ്പാടാണ്. കൊത്തി കൊത്തി അവൻ മുറത്തി കയറി കൊത്തുന്നു. ഇത്ര നാൾ തൊഴുത്തി കൊത്തിക്കൊണ്ടിരുന്നു, ഇപ്പൊ മുറത്തിലും കയറി കൊത്തു തുടങ്ങിയ. അവന്റെ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. എന്റെ അനിയനോട് പറയല്ല, വെറും ഫ്രോഡാണ് അവൻ. ചേട്ടാ സംഭവം എന്താന്ന് പറ. ഞാൻ പല പ്രാവശ്യം അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ മൃഗാലൻ ഡോക്ടറുടെ പെങ്ങളുടെ പുറകെ നടക്കലെന്ന്. വാണിയും കൊടുത്തേണ് അവന്. മൃഗാലൻ ഡോക്ടർ? അത് അളിയന്റെ ക്ലിനിക്കിലെ ഡോക്ടർ ഇല്ലേ? ഓ, എന്നിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കണ്ട കാഴ്ച ഒന്നറിയാവോ? എന്താ വെളിയിൽ പറയാൻ കാഴ്ച വല്ല കണ്ട? ഇടേ ആ കൊച്ചി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കണം. ഇവൻ പമ്പരം കറങ്ങണ ആ കൊച്ചിന്റെ പുറകെ ചുറ്റും നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടത് നീണ്ട കാലം വെച്ച് ഒറ്റ ഓട്ടം. ഇവനെ നാണമില്ലേ കളിയാ? അയ്യേ, എവിടെ നിന്ന്? അച്ഛൻ്റെ അല്ലേ അമ്മ. ഇവനിത് എന്തിന്റെ കേടാ? ഒരേ സമയം 2-3 പെമ്പിള്ളാരെ വെച്ച് അവൻ അമ്മാനെ ആടിക്കൊണ്ടിരിക്കണേ. അപ്പൊ അമ്മാനെ അവിടെ ട്രപ്പീസ് കളിക്കുക എന്തുവാണോ ചെയ്തോട്ട്. എന്റെ ക്ലിനിക്കിലെ ഡോക്ടറുടെ അനിയത്തെ വെറുതെ വിട്ടുകൂടെ? അതെ, അങ്ങനെ അറിഞ്ഞ ഒന്നാമത് അങ്ങനെ എന്നെ കാണുമ്പോഴത്തേക്ക് മുറുമുറുപ്പും കിടുകിടുപ്പൊക്കെയാണ്. മുറുമുറുക്കാവാര് ആ പട്ടിയെ പൂച്ചല്ലോ. എടാ ചുമ്മാ നീ. ചേട്ടൻ എന്തായാലും വിഷമിക്കാതെ, അവൻ വരുമ്പോ ഞാൻ ഉപദേശിക്കാം. നീ ഉപദേശിക്കാന്ന് വേണ്ട. അവനെ കാണുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞോ, ഞാൻ കൊടുത്തോളാം. എനിക്ക് അങ്ങനെ ചെയ്യാ കളിയാ. ഞാൻ അളിയൻ കൈ മടക്ക് തരാൻ വേണ്ടി വിളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവൻ മറ്റേ തോട്ട കാല് വെച്ച് നടന്നു വരുമ്പോഴേ കൈ മടക്കി അളിയ ഒന്ന് കൊടുത്താൽ മതി. ആ ചാടിയാണ് ചെറുക്കൻ ശല്യം വഹിക്കാൻ സമ്മതിക്കൂല. ഇന്ന് ചെറുക്കന്റെ പുറത്ത് നിന്ന് കഞ്ഞി ആയത് തന്നെ കേട്ടാ. ആ കത്തിയും കൂടി ഇങ്ങോട്ടെ. ഓ അല്ല വേണ്ട, നീ തന്നെ അങ്ങ് അരിഞ്ഞു വെച്ചത്. ഇല്ലമ്മ, അമ്മ അരിഞ്ഞ എനിക്ക് ഒരു വിരോധമില്ല. എന്നാ എനിക്ക് വിരോധമുണ്ട്. അറിയാലേ? എടാ ഉത്തോണ്ട് മുകളിൽ നിന്ന് ചാടരുത് കേട്ടോ, നിനക്ക് നല്ലത് കിട്ടും. കലിപ്പാണോ? പിന്നെ അല്ലാതെ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആ പെങ്കൊച്ചിനെ ശല്യം ചെയ്യരുതെന്ന്? ആര് പറഞ്ഞു ഞാൻ ശല്യം ചെയ്യുന്നത്? ഞാനേ ഇഷ്ടമെന്ന് പറയാൻ വേണ്ടി തന്നെ ആ കൊച്ചി വീടിന് പുറത്തിറങ്ങുന്നു. ചേട്ടത്തിക്ക് അത് അറിയാമോ? എടാ സുമേഷേ, നീ മര്യാദക്കിരുന്ന ഉത്തമൻ നിന്നെ കൈവെക്കും പറഞ്ഞേക്കാം. എടാ അല്ലെങ്കിൽ തന്നെ നിനക്ക് വഞ്ചിക്കാൻ വേറെ 3-4 പെമ്പിള്ളേരില്ലേ? എന്റെ ചേട്ടത്തി ഇതൊക്കെ ഒരു വഞ്ചനയാണോ? ഒരു സമയത്ത് ആ ഒരു പെണ്ണിനെ തന്നെ ഒരു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഒരു സമയത്ത് 3 പെമ്പിള്ളേരെ സ്നേഹം കിട്ടായിരുന്നല്ലേ കൈ ഇറക്കി അഡിഷനായിപ്പോയി. അയ്യോ, ഇതിനോടൊന്നും സംസാരിക്കാൻ പോലും കൊള്ളില്ല കേട്ടോ. ചേട്ടത്തി എൻ്റെ അടുത്ത് സംസാരിക്കണ്ട, പക്ഷേ ചേട്ടനോടൊന്ന് സംസാരിക്കണം. ഇതിപ്പോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് സുസ്മിതയാണെങ്കിലോ ഒരു ഡോക്ടറുടെ കുടുംബവും കമ്പ്യൂട്ടറുടെ കുടുംബവും ഞാൻ കാരണം ഒന്നാവും നല്ലതല്ലേ? എന്റെ സുമേഷ്, എനിക്ക് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കാം, നീ സൂ വെച്ച് തുടങ്ങുന്ന പെമ്പിള്ളേരെ അന്വേഷിച്ച് നടന്ന് തപ്പിയെടുക്കുന്നതാണോ? അതിപ്പോ എന്റെ പുതിയ ചലഞ്ചാണ്. ഞാൻ സൂ വെച്ച് തുടങ്ങുന്ന പെണ്ണുങ്ങളെ മാത്രമേ ശല്യം ചെയ്യാറുള്ളൂ. ഓ, ആശ്വാസമായി. ഈ ഏരിയയിൽ പിന്നെ സൂ വെച്ച് തുടങ്ങുന്ന പെമ്പിള്ളേർ കുറവാണല്ലോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമാ, അങ്ങനെ പറഞ്ഞു കൊടുക്കാമാ. ചേട്ടത്തൊന്ന് സംസാരിക്കണം. ഒന്നില്ലെങ്കിൽ ചേട്ടത്തിൽ എല്ലാ കൂത്താടത്തിനും കൂടുതൽ സുമേഷ് സ്വന്തം അന്യനെ പോലെ. അത് മറക്കരുത്. എടാ പക്ഷെ ഉത്തോണ്ടൻ സമ്മതിക്കത്തില്ല. പുള്ളി ആ മൃഗപാലൻ ഡോക്ടറുമായിട്ട് ഇന്നും ഉടക്കാം, നിനക്ക് അറിയത്തില്ലേ? അത് ശരിയാ, കാട്ടുപോത്തിന്റെ മനസ്സാന്നിനും പുള്ളിക്കാരൻ നല്ല ശരീരമാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ അല്ല. ഓ മനസ്സിലായി. ഒന്ന് പോകാവോ? ഞാൻ സംസാരിക്കാം. ഉറപ്പാണോ? ഞാൻ പോട്ടോ. ഞാനേ ഷെഡിലാണ് പോയി വിളിച്ചിരിക്കാം. ഞാൻ വന്ന് എന്തായാലും ചേട്ടത്ത് പറയരുത്. എല്ലാം തണുത്തിട്ടെന്ന് പറഞ്ഞാൽ മതി. ചെല്ല് പോ. പറയണേ, വീട്ടിലേക്ക് തരണേ. പോടാ. അതെ ഉത്തണ്ണ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ എല്ലാവരോടും സ്നേഹമായിട്ട് സമാധാനമായിട്ട് കഴിയുന്നല്ലേ നല്ലത്? അതെ, അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനെയുള്ളപ്പോ നമ്മളെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കണ്ടേ? അതെ, എന്താണ് ഉദ്ദേശം? അല്ല, ഉത്തോണ്ടും മൃഗപാലൻ ഡോക്ടറും ഈ വൈരാഗ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ഫ്രണ്ട്സ് ആയിക്കൂടെ? ഞങ്ങൾക്കാ സുമേഷ് ഇങ്ങോട്ട് വന്നാ? അവൻ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നിങ്ങൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ എത്ര നാൾ ഇങ്ങനെ ശത്രുക്കളെ പോലെ കഴിയുന്നത്? അങ്ങനെ അത് നീ ഓർത്ത് ടെൻഷൻ ആവണ്ടേ. അതല്ല ഉത്തോണ്ട, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ അവിടെ വെച്ചൊരു ഡീഹൈഡ്രേഷൻ വന്ന് തല ഇറങ്ങി താഴെ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഡോക്ടർ വേണ്ട എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ ഞാൻ ഒരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിച്ചോളാം. അപ്പൊ ഡീഹൈഡ്രേഷൻ വരൂല. എന്തോന്നു ഉത്തോണ്ട? ഞാനും അയാളും തമ്മിൽ ഇനി ചക്കര ഈച്ചയാണെങ്കിൽ പോലും ഇപ്പൊ എൻ്റെ ഇടയിൽ കയറി വന്നാൽ ഞങ്ങൾ തമ്മിൽ തെറ്റും. എൻ്റെ കൊക്കിന് പൾസ് ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോണില്ല. ഇവന്റെ പരിപാടികളും പദ്ധതികളും. നീ അവന്റെ സൈഡ് പറയാനൊന്നും വരെയൊന്നും വേണ്ട. ഈ നാട്ടിൽ വേറെ പെമ്പിള്ളേരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി കറങ്ങാൻ പറ. അതാണ് രസം. അവൻ ഇപ്പൊ ഈ ഷൂ ഉള്ള പെമ്പിള്ളേരെ മാത്രമേ നോക്കുന്നുള്ളൂ. ഷൂ ഇവിടെ ഇപ്പോഴുള്ള എല്ലാ പെമ്പിള്ളേർക്കും ഷൂ ഉണ്ട്. ഷൂ അല്ല, സൂ വെച്ച് പേര് തുടങ്ങുന്ന പെമ്പിള്ളേര്. സുസ്മിത, സുപ്രിയ, സുലേഖ. അങ്ങനെ അത് കൊള്ളാം. വായി നോക്കിയ എല്ലാവരും കൂടെ ഇങ്ങനെ തുടങ്ങിയ
കടുംപിടുത്തം. ഇതെനിക്ക് തന്നെ അതെ. കുടിക്കട്ടാ? ഓ, ഇത് അവിടെ കൊണ്ടുപോയി കുടിക്കുന്ന കളയാൻ കൊണ്ടുപോയതാണോ? എന്തുവാണ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? ഞാൻ വിചാരിച്ചു വല്ല മരപ്പെട്ടിയായിരിക്കും. പിന്നെ മരപ്പെട്ടി പാന ഷട്ടിട്ടല്ലേ മരത്തിനുണ്ടായി കയറിയിരിക്കുന്നത്. ആ നിന്നെ കണ്ടാലും അതേപോലെ തന്നെ ഉണ്ടല്ലോ. അല്ല നീ എന്തിനടേ എൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്? ചേട്ടനെ ഇടിക്കാൻ നീ അകത്ത് പോയ ചെറിയ പ്രശ്നം. എവിടെ പോയാലും നീ പ്രശ്നമാണല്ല. ഞാൻ അറിഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ. എടാ ശിവരെല്ലാം പറഞ്ഞു. എടാ നാണമില്ലടാ പെൺപിള്ളേരെ പറഞ്ഞ ഇങ്ങനെ നടക്കാൻ. അത് നാണിക്കേണ്ട കാര്യം എന്തുവാ? ഇതൊക്കെ ഇതൊക്കെ ഒരു സ്കില്ലാ. ഓ പിന്നെ ഭയങ്കര സ്കില്ല് തന്നെടാ ഇതൊക്കെ. എവിടെ പോന്ന്? അച്ഛൻ എന്തിനാ പറയാൻ വന്നു? നീ വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ ചേട്ടാ. ചേട്ടൻ പറയണ ഞാൻ അവിടെ ഉള്ള കാര്യം. ഞാൻ പറയും, ഇല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വഴക്ക് എനിക്ക് കേൾക്കണേ. അയ്യടി ഒന്ന് പോടി. ചേട്ടത്തി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. ചേട്ടത്തി എല്ലാം സോൾവാക്കി തരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്നേഹിക്കുന്നല്ല ഈ പ്രേമിക്കുന്ന എന്തോടെ പ്രശ്നം? എന്റെ വൃത്തികെട്ട സംസാരം നീ കൊച്ചുപിള്ളേരെ ചോദിക്കല്ലേ കേട്ടല്ല. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ എല്ലാവരും പിരിഞ്ഞു. ഇവിടെ ആൾക്കൂടെ നിന്നല്ലേ ചേട്ടൻ ഇറങ്ങി വരും. പോ. ഇത് ഞാൻ മിക്കവാറും അച്ഛനോട് പറഞ്ഞു കൊടുക്കും. മേളെ ചിറ്റപ്പ നിനക്ക് സിപ്പപ്പ് മേടിച്ചാലാടി. ഇപ്പൊ പോവാനിക്കാൻ ചിറ്റപ്പൻ്റെ എവിടെ കാശ്? ആര് പറഞ്ഞു ചിറ്റപ്പന്റെ കാശില്ലെന്ന്? 3 മാക്രി പിള്ളേർക്ക് സിപ്പ് മേടിക്കാനുള്ള സമ്പാദ്യമൊക്കെ സുമേഷിന്റെ കയ്യിലുണ്ട്. ഭയങ്കര സമ്പാദ്യം, അന്തസ്. എടാ നീ എത്ര കാശുകാരനാണെന്ന് പറഞ്ഞാലേ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല കേട്ടാ. നീ വേറെ വെളിയിലോട്ട് പോയിരിക്കും. അവിടെ വെയിലച്ചാ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക്. എന്റെ അച്ഛാ, ഞാൻ ഈ മരത്തിന്റെ മണ്ടലാണ് കയറി ഇരുന്നോളാം. എനിക്ക് കഴിക്കാൻ സമയത്ത് ഇച്ചിരി ഫുഡ് കൊണ്ട് തന്നാൽ മതി. ഈയടാ ഇവിടെ വന്നിരുന്നതും പോലെ അച്ഛനെ പേടിച്ചിട്ട് ഇനി റൂം സർവീസ് വേണോ? എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് അച്ഛമ്മയുടെ വീടല്ലേ? ആ വീട് അച്ഛമ്മേടനെ. പക്ഷെ ഈ മരമേ ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചതാ. ഇതിന്റെ മുകളിൽ ആര് കയറണം ആര് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ എന്റെ മുകളിൽ ഇരുത്താൻ സമ്മതിക്കില്ല ഞാൻ. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ആപത്തി ഇവിടെ മനുഷ്യനെ ഒളിച്ചിരിക്കുന്ന സ്ഥലം കൊടുത്തില്ലേ, പിന്നെ ഇതെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തോത്തിനാ? ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചോട്ടെ ഇതിന്റെ മുകളിൽ പോടാണ്. എന്താ കാണിച്ചോ? പിന്നെ പിള്ളേരെ നിങ്ങൾ അത് പോയി കളിച്ചോ. ഓടും കാണുന്നത്